ഇതേപോലെ തന്നെ ശുറൂത്തുമായി ബന്ധപ്പെട്ട കാര്യം, അൽഹംദുലില്ലാഹ് ഈ ഖത്തർ പ്രഭാഷണം കൊണ്ടുണ്ടായ ഏറ്റവും വലിയ നേട്ടം എന്താ വെച്ചാല് സംഘടനക്ക് ശുറൂത്തുണ്ട് എന്നുള്ളത് ഫൈസൽ മുസ്ലിയാർ അംഗീകരിച്ചിരിക്കുകയാണ്. സഹോദരങ്ങളെ, ഈ വിഷയം കൂടി നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് ബാക്കിയുള്ള വിഷയങ്ങൾ നമ്മൾ പിന്നെ പറയും. ഈ സീഡ് നിങ്ങൾ പുറത്തു വിടണം. കാരണം നമുക്കിടയിലുണ്ടായ അഭിപ്രായ വ്യത്യാസത്തിന്റെ കാതല് ഇവിടെ മുതലാണ് അഭിപ്രായ വ്യത്യാസങ്ങൾ തുടങ്ങുന്നത്. ഷുറൂത്ത് പറഞ്ഞപ്പോൾ ഇവർ പറഞ്ഞ എന്താ അറിയോ, ഇതാ ഷുറൂത്ത് പറഞ്ഞുകൊണ്ട് സലാഹി സംഘടന പൊളിക്കാൻ വേണ്ടി വന്നിരിക്കുന്നു. സംഘടന പൊളിക്കാൻ വേണ്ടി സലാഹി കൊണ്ടുവന്ന വാദമാണെന്ത്? ഷുറൂത്തിയൻ വാദം. ഇത് സുബൈർ മങ്കടയുടെ മറ്റൊരു വാദമാണ്. അതാ അപ്പോ പുറത്തിറങ്ങിയ ഈ സെൽസബിയിലുള്ള ലേഖനം കണ്ടോ? ഈ സെൽസബിയിലെ ലേഖനം എന്താ? സുബൈർ മങ്കട തുറന്നു പറഞ്ഞു സംഘടന ഹറാമാണെന്നുള്ളത്. സലാഹി എന്ത് പറയുന്നു? ഒരു മസ്ലഹത്തിന് വേണ്ടി ഷുറൂത്തുണ്ട് എന്ന് പറയുന്നു. രണ്ടും ഫലത്തിൽ ഒന്ന് തന്നെ, ഒരേ വാദം തന്നെ. ഇതാ ഇപ്പൊ ഷവ്വാലിൽ പുറത്തിറങ്ങിയ പിന്നെ ഒരു നിമിഷം ഒന്ന് ചിന്തിക്കൂ സഹോദരങ്ങളെ. ഇതെല്ലാവരും ഫോർവേഡ് ചെയ്തുകൊണ്ടിരിക്കുക. ഇനി ഇത് ഫോർവേഡ് ചെയ്തിട്ട് എന്താ കാര്യം? ഫൈസൽ മുസ്ലിയാരിവിടെ പറഞ്ഞില്ലേ ഷുറൂത്ത് ഉണ്ട് എന്നുള്ളത് സമ്മതിച്ചു. സക്കരിയ സലാഹി സംഘടന പൊളിക്കാൻ വേണ്ടി കൊണ്ടുവന്ന വാദമാണ് ഷുറൂത്ത് വാദം എന്നുള്ളത്. ഇതോടുകൂടിയിട്ട് പൊളിഞ്ഞു പോയിരിക്കുകയാണ്. അബൂബക്കർ സലഫി പ്രസംഗിച്ചു ഷുറൂത്ത് കൊണ്ടുവരുന്നത് എന്തിനാ? സുബൈർ മങ്കടന്റെ വാദത്തിലേക്ക് കൊണ്ടുപോകാനാണ്. കോക്കസുകാര് പറഞ്ഞ പോലെ പറഞ്ഞു ജിന്നിനോടുള്ള എല്ലാ സഹായം തേട്ടവും ശിർക്കല്ല എന്ന് പറയുന്നുണ്ടെങ്കിലും പിന്നെ എന്താ എന്റെ മനസ്സിലുള്ളത്, പിന്നെ ഉള്ളിൽ ജിന്നിനോടുള്ള സഹായം തേടൽ ശിർക്ക ആണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ ഇവരെ മനസ്സിലെന്താ അത് കുഴപ്പമില്ല എന്നുള്ളതാണെന്ന് പറഞ്ഞില്ലേ? അതേപോലെ എന്താ ഷുറൂത്ത് സംഘടനക്ക് ഉണ്ടെന്ന് പറയുന്നുണ്ടെങ്കിൽ ഇവരെ മനസ്സിലെന്താ സംഘടന വേണ്ട എന്നുള്ളതാണ്. ഇത് ഏറ്റവും കൂടുതൽ ദമ്മാദിന്റെ വിഷയം പോലെ തന്നെ ഏറ്റവും കൂടുതൽ ഇവർ പ്രചരിപ്പിച്ച ഒരു വിഷയമാണ് ഷുറൂത്തിന്റെ വിഷയം. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഇവിടെ ഷുറൂത്തുണ്ട് എന്നുള്ളത് ഫൈസൽ മുസ്ലിയാർ സമ്മതിച്ചു, ഷർത്തുണ്ട് എന്നുള്ളത് മാത്രമല്ല അത് പലതവണ ആവർത്തിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഞാനൊന്ന് വായിക്കാൻ പോവാണ്. എന്താ അദ്ദേഹം പറഞ്ഞത് അറിയോ? അദ്ദേഹത്തോട് ഇതിനെപ്പറ്റി ചോദിച്ചു. ലോക സലഫി പണ്ഡിതന്മാർ പറയുന്നുണ്ടല്ലോ ഷുറൂത്തുണ്ട് എന്നുള്ളത്, എന്നാൽ നിങ്ങൾ പറയുന്നത് ഷുറൂത്ത് ഇല്ല എന്നാണല്ലോ. അത് ലോക സലഫി പണ്ഡിതന്മാർ സ്വീകരിച്ച സമീപനത്തിനെതിരല്ലേ? അപ്പൊ അദ്ദേഹം പറഞ്ഞത് എന്താ വെച്ചാല് കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു എന്ത് പറഞ്ഞു? അപ്പോൾ ഷർത്ത് നമ്മൾ പാലിക്കൂല എന്നല്ല പറഞ്ഞിട്ടുള്ളത് എന്ന് പറഞ്ഞതിന് ശേഷം അദ്ദേഹം കുറെ കാര്യങ്ങൾ പറഞ്ഞു. ലബുത്താണ് സൂക്ഷ്മമായ പ്രയോഗം, അതാണ് പല പണ്ഡിതന്മാരും പ്രയോഗിച്ചിട്ടുള്ളത്. എന്നിട്ട് പറഞ്ഞു ഷർത്ത് എന്ന പദം പ്രയോഗിച്ചവരും ഉണ്ട്, ഇല്ല എന്നല്ല. അദ്ദേഹം പറയണേ ഷർത്ത് എന്ന് പ്രയോഗിച്ചവരും ഉണ്ട്. എന്നിട്ട് അതിന്റെ കുറച്ച് താഴെ വീണ്ടും അദ്ദേഹം പറയുന്നു എന്നാൽ ലബുത്ത് ഷർത്ത് അതിന്റെ സാങ്കേതികത വിശദീകരിച്ചിട്ട് അദ്ദേഹം പറയുന്നു എന്നാൽ ആ സാങ്കേതികത ഒന്നും പരിഗണിക്കാതെ ചില പണ്ഡിതന്മാർ ഷർത്ത് എന്നും ഫറദ് എന്നും റുക്ന് എന്നും വാജിബ് എന്നും ഒക്കെയുള്ള പ്രയോഗങ്ങൾ നടത്തിയിട്ടുണ്ട്. ആ അർത്ഥത്തിൽ അത് ആവുകയും ചെയ്യാം. അതെന്താണ്? പണ്ഡിതന്മാർ ഷർത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്, ഫറദ് എന്ന് പറഞ്ഞിട്ടുണ്ട്, റുക്ന് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ പറയുന്നു, ഈ CD പിടിച്ച ആളോട് പറയുന്നു നിങ്ങൾ ആ CD പുറത്തു വിടണം, അത് നിങ്ങൾ റിലീസ് ചെയ്യണം, ആളുകൾ ഇത് കേൾക്കട്ടെ. കാരണം ഈ മാസത്തിൽ ഷവ്വാൽ മാസത്തിൽ പുറത്തിറങ്ങിയ ഈ സെൽസബീലിൽ പോലും പറയുന്നത് എന്താണ്? ഈ സെൽസബീലിൽ പോലും പറയുന്നത് സുബൈർ മങ്കട സംഘടന വേണ്ട എന്ന് പറഞ്ഞു. അതേപോലത്തെ വാദം തന്നെയാണ് എന്ത്? ഷുറൂത്തുണ്ട് എന്നുള്ള വാദം. രണ്ടും ഒരേ വാദം തന്നെയാണ് എന്നുള്ളത് ഇതിൽ എഴുതി പിടിപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ ആ CD പുറത്തുവിടണം. ആ CD പുറത്തുവിട്ടാൽ മാത്രം പോരാ, എന്റെ ഉസ്താദുണ്ട് ദമ്മാമില് അദ്ദേഹത്തെ കൊണ്ട് തിരുത്തിപ്പിക്കണം. കാരണം കുറച്ചൊന്നും കാര്യങ്ങളല്ല അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. എന്റെ ബഹുമാനപ്പെട്ട നമ്മളൊക്കെ സ്നേഹിക്കുന്ന ഉസ്താദാണ്. അദ്ദേഹം എന്താ പറഞ്ഞത്? ഷർത്തുണ്ട് എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതൊക്കെ പാടെ നമ്മൾ കേട്ടാലേ എന്തൊക്കെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഷർത്ത് എന്നുള്ളത് ഷെയ്ഖിന്റെ ഫത്വകളിൽ അത് കേട്ടുകേൾവി പോലുമില്ല. ഒന്ന്, ഇത് അബദ്ധങ്ങളാണ്, ഇത് നിബന്ധനകളല്ല, അബദ്ധങ്ങളാണ്. ഏത്? ഷർത്തുണ്ട് എന്ന് പറഞ്ഞതിന് ഷർത്തല്ല ലവാബിത്താണെന്ന് പറഞ്ഞ് ഗണ്ണിച്ചിട്ട് പറയണേ. അതുകൊണ്ടാണ് ഫൈസൽ മുസ്ലിയാരെ ഈ CD നിങ്ങൾ പുറത്തു വിടണം എന്ന് പറയണേ. നിങ്ങൾ പുറത്തു വിടണം. പിന്നെ ജബ്ബാർ മദീനി പറഞ്ഞ എന്താ അറിയോ? ആരാണ് ഇതിന് ഇവർക്ക് ഷർത്തുകൾ ഉണ്ട് എന്ന് പറഞ്ഞത്? ഇത് വിഡ്ഢിത്തമാണ്, ഇത് വങ്കത്തരമാണ്. സംഘടനാ രംഗത്ത് നിന്ന് പിടിച്ചു വലിക്കുവാനും
സംഘടന വളരെ മോശമാണെന്ന ധാരണ ഉണ്ടാക്കാനും ഇവർ കൊണ്ടുവന്ന നിബന്ധനകളാണിത്. ഇത് ഇൽമല്ല, ഇത് ദുൽമാണ്, അർത്ഥശൂന്യമായ വാദമാണ്, പ്രമാണബദ്ധമല്ലാത്ത വാദമാണ്. ആളുകളെ നിബന്ധനകൾ പറഞ്ഞ് ആളുകളെ വഴികേടിലേക്ക് കൊണ്ടുപോവാണ്. ഇതൊക്കെ ജബ്ബാർ മദീനിന്റെ ഒരു ഒറ്റ പ്രസംഗത്തിലുള്ളതാണ്. എന്താ ചെയ്യാ? എന്നിട്ട് ഇപ്പൊ ഖത്തറിൽ വന്നിട്ട് ഇതാണ് അവരുടെ തന്ത്രം. രഹസ്യമായിട്ട് പറയേണ്ടതൊക്കെ പറയാം. എന്നിട്ട് നമ്മൾ പരസ്യമായിട്ട് പറയുമ്പോൾ അത് ഫിത്തിനാണ് കേട്ടോ. കാരണം എന്താ? ആളുകൾ കേട്ടാൽ ഇവരുടെ കള്ളി വെളിച്ചത്താവും, ഇവരുടെ സകലതും പൊളി. അതുകൊണ്ട് ഹക്കിന്റെ കൂടെ നിൽക്കണം എന്നാ പറയാനുള്ളത്. നമ്മളെ പ്രശ്നം തുടങ്ങിയതന്നെ എങ്ങനെ? സലാഹി ഈസ്റ്റ് ജില്ലന്റെ പ്രസംഗത്തിൽ ഷർത്ത് ഉണ്ടെന്ന് പറഞ്ഞിട്ട് പ്രസംഗിച്ചു. ഉടനെ പിറ്റേന്ന് മീറ്റിംഗ്, ഇനി മേലാൽ ഷർത്തിനെ പറ്റി മിണ്ടിപ്പോരുതെന്നാ. അപ്പൊ ഷർത്തുണ്ട് നിലപാട് ഫൈസൽ മുസ്ലിയാർ. ഈ ഫൈസൽ മുസ്ലിയാർ ഇത് അന്ന് പറഞ്ഞിരുന്നെങ്കിൽ, അന്ന് ഫൈസൽ മുസ്ലിയാർ ആ മീറ്റിംഗിൽ ഉണ്ടായിരുന്നല്ലോ, പല മീറ്റിങ്ങുകളിലും ഫൈസൽ മുസ്ലിയാർ ഉണ്ടായിരുന്നല്ലോ. അബൂബക്കർ സലഫി പ്രസംഗിക്കുമ്പോ ഷർത്തല്ല ലവാബിത്താണ് ഇത് പറഞ്ഞിട്ട് സുബൈർ മംഗളന്റെ വാദത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇത് വായിക്കുന്നത് സാജിദ് കൊടുത്ത പുസ്തകത്തിൽ നിന്നാ. ഫൈസൽ മുസ്ലിയാർ പറഞ്ഞിട്ടുണ്ട് ഇല്ലേ? ഫൈസൽ മുസ്ലിയാർക്ക് നിഷേധിക്കാൻ പറ്റുമോ? ഇപ്പൊ ഇവിടെ വന്നിട്ട് പറയാം ഷർത്തുണ്ട്, പണ്ഡിതന്മാര് ലബുത്തു എന്നും പറഞ്ഞിട്ടുണ്ട്, ഷർത്ത് എന്നും പറഞ്ഞിട്ടുണ്ട്. ഫൈസൽ മുസ്ലിയാർ തന്നെ പറഞ്ഞിട്ടില്ലേ സാജിദ് കൊടുത്ത ബുക്കിൽ നിന്നാണ് ഈ ഷർത്തുകൾ വായിക്കുന്നത് എന്നുള്ളത്? നിഷേധിക്കാൻ പറ്റുമോ? നിഷേധിക്കാൻ പറ്റുമോ? ഇത് സുബൈർ മംഗളന്റെ വാദത്തിലേക്കാണ് കൊണ്ടുപോകുന്നത് പറഞ്ഞിട്ടില്ലേ? നേരത്തെ ജബ്ബാർ മദീനിന്റെ പ്രസംഗം, പിന്നെ സിറാജുൽ ഇസ്ലാമിന്റെ പ്രസംഗം, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം, ഇതൊക്കെ നമ്മൾ പഠിക്കണം. എന്താണെങ്കിലും അന്ന് ഫൈസൽ മുസ്ലിയാർ ഇത് തുറന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷെ ഇങ്ങനെ ഒരു ഭിന്നിപ്പുണ്ടാകുന്നില്ല. അപ്പൊ സലാഹി പറഞ്ഞു, പണ്ഡിതന്മാർ പറഞ്ഞൊരു കാര്യം എനിക്ക് പറയാൻ പറ്റൂല. അപ്പൊ പറഞ്ഞു അത് പറയാൻ പറ്റൂല, അത് അച്ചടക്ക ലംഘനാണ്. ഈ പറഞ്ഞാല് ഞങ്ങൾ അതിന് മറുപടി പറയും. എന്ത്? ഷർത്ത് പറഞ്ഞാല് ഇനി അതിന് മറുപടി പറയും. ഷമീർ മദീനി പറഞ്ഞ എന്താ അറിയോ? ഷമീർ മദീനി പറഞ്ഞ എന്താ വെച്ചാല്, ഞാൻ ഇന്റർനെറ്റ് മൊത്തം പരിശോധിച്ചു, എവിടെയും ഷർത്ത് ഞാൻ കണ്ടില്ല. അതുകൊണ്ട് ഫൈസൽ മുസ്ലിയാരെ CD ഒന്ന് കൊടുത്തേക്കാം. അല്ലെങ്കിൽ ഫൈസൽ മുസ്ലിയാർ എന്ത് ചെയ്യാ? നാട്ടിൽ പോയിട്ട് ഈ ഖത്തറിൽ നടത്തിയ പ്രസംഗം ഫൈസൽ മുസ്ലിയാർ ഒന്ന് നാട്ടിൽ നടത്താം. അതാ എനിക്ക് പറയാനുള്ളത്. ഖത്തറിൽ നടത്തിയ അതേ പ്രഭാഷണം ഒന്ന് നാട്ടില് ഈ ആളുകളെ വിളിച്ചുകൂട്ടിയിട്ട് ISM-ന്റെയും MSM-ന്റെയും മീറ്റിംഗിൽ വിളിച്ചുകൂട്ടിയിട്ട് പറഞ്ഞാൽ തന്നെ ഏതാണ്ട് പല പ്രശ്നങ്ങളും തീരും. മുഴുവനും തീർന്നിട്ടില്ലെങ്കിലും ഒരു പരിധി വരെ തീരുമെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഷമീർ മദീനി പറഞ്ഞതാ, ഞാൻ ഇന്റർനെറ്റ് മൊത്തം ചെക്ക് ചെയ്തു, അത് ഷർത്ത് പറഞ്ഞത് ആരും കണ്ടിട്ടില്ല, ലവാബിത്ത് പറഞ്ഞതായിട്ട് കണ്ടിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അല്ലെ? ഇങ്ങനെ ഓരോരുത്തരും ഇതിനെ തലങ്ങും വിലങ്ങും ഇതിനെ പരിഹസിച്ചിട്ടുണ്ട്, ഇതിനെ കുത്തി പറഞ്ഞിട്ടുണ്ട്, ഇതിനെ നിഷേധിച്ചിട്ടുണ്ട്, വീണ്ടും അത് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാല്, ആ CD പുറത്തിറക്കണം എന്നുള്ളതാ. അവര് തിരുത്തും ചെയ്യട്ടെ. ഇപ്പോഴും ചില ആളുകൾ അത് ജബ്ബാർ മദീന്റെ CD കേട്ടിട്ടില്ല, അതൊന്ന് കേൾക്കാനിട്ടെന്ന് പറഞ്ഞിട്ട് അത് വിതരണം ചെയ്യാണ് ആ CD-കൾ. അപ്പൊ അതുകൊണ്ട് ആ CD-കൾ നിങ്ങൾ പിൻവലിക്കുക. ഇനി അതല്ല, ആര് പറഞ്ഞതാണ് ശരി, ആര് പറഞ്ഞതാണ് തെറ്റ്, ആരതാണ് ശരി, അത് നിങ്ങൾ പറയും. ഒരു ഉറച്ച തീരുമാനം നിങ്ങൾ എടുക്കും. ഞങ്ങൾ പറയുന്നു ലോക സലഫി പണ്ഡിതന്മാര് പറഞ്ഞിട്ടുണ്ട് ഷുറൂത്ത് എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇത് ഇവരുടെ ഒരു വളവാണ്. എന്ത്? ഷർത്തല്ല ലവാബിത്താണ് എന്നുള്ളത് ഇവരുടെ വളവാ. എന്താ പറയാൻ കാരണം എന്താ വെച്ചാല്, ജബ്ബാർ മദീനി ഇത് അടച്ചാണ് പ്രസംഗിച്ചു, അവിടെ കാടടച്ച് ഓടി വെച്ചു. അങ്ങനെ അബദ്ധമാണ്, വങ്കത്തരമാണ്, മറ്റതാണ്, മറിച്ചതാണ്, ലലാലത്താണ്, ഇൽമല്ല, ലുൽമാണ്, കാടടച്ചാണ് മേടിച്ചിട്ട് പ്രസംഗിച്ചു. അപ്പൊ സലാഹി അതിന്റെ തെളിവുകളൊക്കെ ആണ് പറഞ്ഞിട്ടു, എല്ലാ തെളിവുകളും. അപ്പോ ലവാബിത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്, ഷുറൂത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ലവാബിത്ത് എന്ന് പറഞ്ഞതും ഷുറൂത്ത് എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ്. അല്ല എന്നുള്ളത് നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റും, നിങ്ങൾ തെളിയിക്കും. ആ ലവാബിത്ത് എന്ന് പറഞ്ഞിട്ട്, കാരണം എന്താ, ഒരൊറ്റ ചോദ്യം, ആ ലവാബിത്ത് എന്ന് പറഞ്ഞല്ലോ, ആ പറഞ്ഞ ലവാബിത്തുകൾ പാലിക്കല് ഫർളാണോ സുന്നത്താണോ? അപ്പൊ മനസ്സിലാവും അത് ഷർത്താണോ അല്ലേ എന്നുള്ളത്. ഇവിടെ ഫൈസൽ മുസ്ലിയാർ ഉദാഹരണം പറഞ്ഞു, നിസ്കാരം, വുളു ഇല്ലാതെ നിസ്കാരം തന്നെ ശരിയാവില്ല. വുളു പോയാല് നിസ്കാരം ശരിയായില്ല, വീണ്ടും മടക്കി എന്നിട്ട് നിസ്കരിക്കണം. എന്നിട്ട് അദ്ദേഹം ചോദിക്കേണ്ടപ്പോ സംഘടനയുടെ ഒരു ഷർത്താണ് ഗീബത്ത് പറയാൻ പാടില്ല. അപ്പൊ ഒരാൾ ഗീബത്ത് പറഞ്ഞാല് സംഘടന പിരിച്ചുവിടേണ്ടി വരില്ല എന്ന്. അതിൽ ചെറിയൊരു തട്ടിപ്പുണ്ട്. ഒരാളെ ഗീബത്ത് പറഞ്ഞാൽ സംഘടന പിരിച്ചുവിടേണ്ടി വരില്ല. പക്ഷെ സംഘടനന്റെ നിലപാട് അതാവുമ്പോ ആ സംഘടനയിൽ നമുക്ക് നിൽക്കാൻ പറ്റില്ല. ഒന്നുകിൽ പിരിച്ചുവിടേണ്ടി വരും, അല്ലെങ്കിൽ നമുക്ക് നിൽക്കാൻ പറ്റില്ല.
എന്നിട്ട് അത് നല്ല എന്ത് ചെയ്യാ, മെല്ലെ അത് മുട്ടിക്കുക. ഒരു വ്യക്തി ഈബത്ത് പറഞ്ഞാല് സംഘടന വിളിച്ചുവിടേണ്ടി വരില്ലാണ്. ആ വ്യക്തി ഈബത്ത് പറഞ്ഞാൽ അത് അയാൾക്കുള്ള കുറ്റമാണ്. എന്നാൽ ആ ഈബത്ത് സംഘടന പറഞ്ഞാലോ, അപ്പോ കോക്കസേര് ചെയ്ത പോലെ അവര് സംഘടന ആണ് അത് പ്രചരിപ്പിച്ചത്. അപ്പൊ ആ സംഘടന നമുക്ക് ജായിസാവൂല. എന്നിട്ട് അതിന് വളവ് കൊണ്ടുവരിക. എന്നിട്ട് വേറെ ഉദാഹരണം പറയുന്നത് കച്ചവടത്തിന് ഷുറൂത്തുകളില്ല. അദ്ദേഹം ചോദിക്കാണ്, ആ ഷുറൂത്തുകൾ ഒരാൾക്ക് പാലിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അയാളെ കച്ചവടം പൂട്ടിപ്പോകലുണ്ടോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഷുറൂത്തുകൾ പല രൂപത്തിലുണ്ട്. പിന്നെ അത് സ്വഹിയ ജായിസാകാനുള്ള ഹറാമ് ഉള്ള ഒരു കച്ചവടമാണെങ്കിൽ അയാളെ കച്ചവടം പൂട്ടിപ്പോണ്ടി വരില്ലേ? അയാൾക്ക് ഹറാമില്ലാതെ കച്ചവടം ചെയ്യാൻ പറ്റില്ല, കച്ചവടം ബിസിനസ് അയാൾ പൂട്ടേണ്ടി വരും. ഇതേപോലെ തന്നെ സംഘടനയും ആ ഷർത്തുകൾ പാലിക്കണം. ആ ഷർത്തുകൾ പാലിക്കാൻ കഴിയില്ലേ, നമുക്കത് ഹലാലാവൂല. എന്തിനാ നമ്മൾ കേനമെന്ന് പോകുന്നത്? എന്തിനാ? നമുക്ക് അയൽത്തലം തുടരുന്നു. അപ്പൊ ഈ രൂപത്തിലുള്ള സൂക്ഷ്മമായ പ്രയോഗം ഇവിടെ ഏറ്റവും വലിയ രസം എന്താ അറിയോ? ഇതിപ്പോ സമ്മതിച്ചത്, ഇത് എല്ലാവരും അറിയണത്. ഇതുവരെ അവർ പറഞ്ഞിരുന്നത് എന്താ വെച്ചാല് ഷർത്ത് എന്നുള്ളത് ആരും പറഞ്ഞിട്ടില്ല, ലവാബിത്തുകളെ ഷുറൂത്തുകളാക്കി തെറ്റിദ്ധരിപ്പിക്കുകയാണ് എന്നുള്ളതാണ് എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഷർത്തില്ല, ലവാബിത്തുകളുണ്ട്. ലവാബിത്തുകളെ ഷുറൂത്തുകളാക്കി നമ്മൾ തെറ്റിദ്ധരിപ്പിക്കാനാണ്. പക്ഷെ ഇപ്പൊ ഫൈസൽ മുസ്ലിയാർ തുറന്ന് പറഞ്ഞിരിക്കുന്നു, ഷർത്ത് എന്നും പറഞ്ഞിട്ടുണ്ട്, ഫറള് എന്നും പറഞ്ഞിട്ടുണ്ട്, റൊക്കീൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഷെയ്ഖ് യാസിർ ബിൻ ഹംസ ഇത് വ്യക്തമായിട്ട് പറഞ്ഞു, വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു. സംഘടനക്ക് ഷുറൂത്തുണ്ട്, അതിന് ലവാബിത്തു എന്നും പറയാ, ഷർത്ത് എന്നും പറയാ, കുയൂദ് എന്നും പറയാ. ഇതൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. നമുക്ക് വായിക്കാൻ ഷർത്ത് എന്ന് പറഞ്ഞത് തന്നെ എത്രണ്ണുണ്ട്, ഇഷ്ടം പോലെ നമുക്ക് ഉദ്ധരിക്കാണ്ട്. ഇനി ആ ലവാബിത്ത് എന്നുള്ളത് ഹുക്കുമുൽ അമൽ ജമായിൽ വന്നതും അതേപോലെ തന്നെ നമ്മുടെ ഇയാദ് ത്വറാസിന്റെ മനസ്സിലുള്ളതും നമ്മൾ പറയുന്നു അത് ഷർത്ത് എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് പണ്ഡിതന്മാരത് പ്രയോഗിച്ചിട്ടുള്ളത്. അല്ലാതെ തെളിയിക്കാൻ ഞങ്ങളെ കൊണ്ട് പറ്റൂല. കാരണം എന്താ വെച്ചാൽ അതിൽ പറയുന്ന ഓരോ ഷർത്തുകളും ഇപ്പൊ ഷമീർ മദീനി പറഞ്ഞല്ലോ, എന്ത് ഷർത്ത് എന്നുള്ളത് വെള്ളക്കുപ്പായം പോലെ, അത് നിസ്കാരത്തിൽ നമ്മൾ വെള്ളക്കുപ്പായം ഇടുന്നത് പോലെയാണ് എന്ത് ലവാബിത്ത്. അത് ഷർത്തല്ല. എന്നാൽ ആ രൂപത്തിലൊക്കെ വിശദീകരിച്ചല്ലോ. അതിലുള്ള ഓരോ ഷർത്തുകളും നിങ്ങളൊന്ന് എടുത്തു വായിച്ചു നോക്കിയും. ഒന്നാമത്തെ ഷർത്ത് എന്താ? ഹുക്കുമുൽ അമൽ ജമായിലേക്കാണ് ഒന്നാമത്തെ ഷർത്താൽ ഇജ്തിമാഉ അൽ ബിർരി വത്തഖ്വ, പുണ്യത്തിലും തഖ്വയിലുമായിരിക്കണം സംഘം ചേരേണ്ടത്. അപ്പൊ നമുക്ക് വാദത്തിന് വേണ്ടി സമ്മതിക്കാതെ ഷർത്തല്ല. അപ്പൊ എന്തായി? ദുൽമിന് വേണ്ടി സംഘം ചേർന്നാലും കുഴപ്പമൊന്നുമില്ല എന്നാ ഇത് കിട്ടും. അതാണ് നമ്മൾ ചോദിച്ചത്. ഈ ലവാബിത്ത് എന്ന് പറഞ്ഞല്ലോ, ഇത് ഫറലാണോ ഇത് സുന്നത്താണോ? എന്നിട്ട് രണ്ടാമത്തെ ലവാബിത്ത് പറയുന്നത് എന്താ? അദ്ദഅവതു ഇലൽ കിതാബി വസ്സുന്നത്തി അലാ ഫഹ്മി സലഫി, ഖുർആനിലേക്കും സുന്നത്തിലേക്കും ദഅവത്ത് നടത്തേണ്ടത് സലഫിന്റെ ഫഹം അനുസരിച്ചിട്ടായിരിക്കും. അപ്പൊ ലവാബിത്തല്ലേ, വെള്ളക്കുപ്പായ ഇടുന്നത് പോലെയല്ലേ? അങ്ങനെ അല്ലെങ്കിലും എന്തില്ല, തകരാറൊന്നുമില്ല. കാരണം ഷർത്തല്ലല്ലോ എന്നാണ് ഇപ്പൊ ഇവര് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇങ്ങനെ ഓരോ ലവാബിത്തുകൾ എടുത്ത് വായിച്ചു നോക്കി. ഇൻഷാ അല്ലാഹ് നമ്മളതൊരു ക്ലാസ് ആയിട്ട് നമ്മളത് പറയാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോ നമുക്ക് പറയാനുള്ളത് എന്താ വെച്ചാല് ആ സിഡികൾ പിൻവലിക്കാം. ഇതിൽ ആര് പറഞ്ഞതാണ് ശരി എന്നുള്ളത് നിങ്ങൾ ആദ്യം പ്രഖ്യാപിക്കാം. എന്നിട്ട് ആ സിഡികൾ പുറത്തു കൊണ്ടുവരാം. ജബ്ബാർ മദീനി ഈ വിഷയത്തിൽ ഷർത്തില്ല, ലവാബിത്താണ്, അത് ദമ്മാദിന്റെ വാദമാണ്, അത് സംഘടന പൊളിക്കാൻ വേണ്ടി കൊണ്ടുവന്ന വാദമാണ്, ഈ സെൽസബിയിൽ അടക്കം പിൻവലിച്ചിട്ട് ആ സിഡികൾ പിൻവലിച്ചിട്ട് നിങ്ങൾ ജനങ്ങളോട് സത്യം തുറന്നു പറയാം. അപ്പൊ ഇതൊക്കെ പറയാനാണ് നമ്മൾ വിശദീകരണങ്ങൾ വെക്കുന്നത്. എന്നിട്ട് നമ്മൾ ഫിത്ന ഉണ്ടാക്കുന്ന ആൾക്കാരല്ലേ. ഇനിയും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറെ വിഷയങ്ങൾ നമുക്ക് പറയാനുണ്ട്. പക്ഷെ നമ്മുടെ സമയം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇനി ഒരുപാട് വിഷയങ്ങളുണ്ട്. തത്താവിന്റെ വിഷയമുണ്ട്, നാരിയത്ത് സ്വലാത്തിന്റെ വിഷയമുണ്ട്, ഇതുമായി ബന്ധപ്പെട്ട പല വിഷയങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മളത് മറ്റൊരിക്കലും വിശദീകരിക്കും. അപ്പൊ ചുരുക്കത്തിൽ ഈ വാദം തന്നെ പൊളിഞ്ഞിരിക്കുകയാണ്. സലായിക്ക് സാജിദിനേറ്റ് ബന്ധമുണ്ട്, ദമ്മാജേറ്റ് ബന്ധമുണ്ട്. അതിന്റെ പേരിൽ ഖുർആൻ ദുർവ്യാഖ്യാനിച്ചു, തെറ്റായ അർത്ഥം കൊടുത്തു, ഹദീസ് തെറ്റായ അർത്ഥം കൊടുത്തു, ശുറൂത്തുകൾ കൊണ്ടുവന്നു, പിരിവ് വേണ്ടാന്ന് പറഞ്ഞു. ഇതൊക്കെ എന്താണ്? ഇതൊക്കെ അടിസ്ഥാനരഹിതമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. എല്ലാം അടിസ്ഥാനരഹിതമാണ് എന്നുള്ളത് നമ്മൾ പഠിച്ചു. ഈ വാദം വെറും കള്ള ആരോപണങ്ങളാണ്. നമ്മൾ സെലഫിയത്ത് നമ്മൾ പറയുമ്പോൾ നമുക്കെതിരെ ഇത്തരത്തിലുള്ള വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കാം. അപ്പൊ ഇത്തരത്തിലുള്ള ആരോപണങ്ങളിൽ നിന്ന് പിന്മാറണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാ ആളുകളും നിഷ്പക്ഷമായിട്ട് സത്യം മനസ്സിലാക്കുക. നമുക്ക് പരലോകത്ത് നമ്മൾ ഒറ്റക്കായിരിക്കും. നമുക്ക് ആരെയും ന്യായീകരിക്കേണ്ടതില്ല. ജമാഅത്ത് എന്ന് പറഞ്ഞാൽ അത് കുറെ ആളുകൾ കൂടിയിട്ട് പരിപാടി നടത്തുക എന്നുള്ളതല്ല. എന്താണോ സലഫിയത്ത്, ആ സലഫിയത്ത് അനുസരിച്ച് ജീവിക്കലാണെന്ത് ജമാഅത്ത് എന്നുള്ളത്. ഷെയ്ഖ് അൽബാനി ഇഹ്യാ ത്വറാസിനെ താക്കീത് ചെയ്തുകൊണ്ട് പറഞ്ഞ കാര്യം നമ്മൾ വായിച്ചു. അപ്പൊ കുറെ ഒരു
കേഡർ പാർട്ടിയായിട്ട് ഒരു സംഘടനയായിട്ട് മാറിയിട്ട് ആ രൂപത്തിൽ പരിപാടികൾ നടത്തുക എന്നുള്ളതല്ല. നമുക്ക് സലഫിയത്താണ് വേണ്ടത്. നമ്മളെല്ലാവരും ആ സലഫിയത്തിലേക്ക് നമ്മൾ തിരിച്ചു വരണം. ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ നിർത്തണം. ഇതൊക്കെ നാളെ പരലോകത്ത് നമ്മൾ സമാധാനം പറയേണ്ടി വരും. വിഷയങ്ങൾ രണ്ടും ഇരുന്നിട്ട് കേട്ടിട്ട് വിഷയങ്ങൾ പഠിക്കുക. ഇനി ഞാൻ പറഞ്ഞ വിഷയങ്ങളിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ എനിക്കത് തിരുത്താൻ ഒരു മടിയുമില്ല. ധൈര്യമായിട്ട് ചൂണ്ടിക്കാണിക്കുക. ഇപ്പൊ പറഞ്ഞ പിരിവിന്റെ വിഷയമാണെങ്കിലും ഷർത്തിന്റെ വിഷയമാണെങ്കിലും പിന്നെ ദമ്മാദിന്റെ വിഷയമാണെങ്കിലും സാജിദിന്റെ വിഷയമാണെങ്കിലും എന്ത് വിഷയമാണെങ്കിലും നമുക്കത് ചൂണ്ടിക്കാണിക്കാം. തിരുത്താൻ നമുക്ക് യാതൊരു മടിയുമില്ല. അപ്പോ ഇതൊരിക്കലും ഫിത്തിനയല്ല സഹോദരങ്ങളെ. ഇത് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് എന്താ? നമുക്ക് ഭൗതികമായിട്ടൊന്നും നമ്മൾ ആഗ്രഹിക്കുന്നില്ല. ഇത്തരത്തിലുള്ള കുപ്രചരണങ്ങൾ നടക്കുമ്പോൾ അത് പറയാതിരിക്കാൻ തോന്നുന്നില്ല. പലരും എന്നോട് ചോദിച്ചു എന്തിനാണത്. അപ്പൊ എനിക്കത് ഞാൻ അവരോട് പറഞ്ഞു, ഇത് കേട്ടപ്പോ എനിക്ക് എന്തായാലും ഇതിനൊന്ന് വിശദീകരിക്കണം. ഫൈസൽ മുസ്ലിയാരെ പോലത്തെ ഒരാൾ ഇത് പറയാൻ പാടില്ല, ഇതൊന്ന് ജനങ്ങൾക്ക് വിശദീകരിച്ച് കൊടുക്കനെ വേണം എന്ന് നമ്മൾ തീരുമാനിച്ചത് കൊണ്ടാണ് ഇത് പറയാനുള്ള കാരണം. വേറെ ഒന്നും നമുക്കില്ല. നമുക്ക് ഒത്തൊരുമിച്ച് തന്നെ ഐക്യത്തോടുകൂടി സലഫിയത്തിന്റെ ആദർശത്തിലാണ് നമ്മൾ ഒരുമിക്കേണ്ടത്. അപ്പോ അള്ളാഹുവിനെ പേടിച്ച് നമ്മൾ ജീവിക്കുക. തെറ്റുകളുണ്ടെങ്കിൽ തിരുത്തുക. നിഷ്പക്ഷമായിട്ട് തക്ലീദില്ലാതെ വിഷയങ്ങൾ പഠിക്കുക, മനസ്സിലാക്കുക. അപ്പൊ അത് വെറും ഒരു കേവലം ശാഖാപരമായ വിഷയങ്ങൾ മാത്രമൊന്നല്ല, ശുറൂത്തിന്റെ വിഷയം മാത്രമൊന്നല്ല, പല വിഷയങ്ങളും നമുക്കിടയിലുണ്ട്. അതൊക്കെ ഓരോന്നും നിങ്ങൾ പഠിക്കണം. സമയമില്ലാത്തത് കൊണ്ട് നിർത്തുന്നു. അള്ളാഹു വിഷയങ്ങൾ പഠിക്കുവാനുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. യഥാർത്ഥ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയങ്ങളും ആദർശങ്ങളും ഉൾക്കൊണ്ട് ജീവിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. അറിഞ്ഞും അറിയാതെയും ചെയ്തുപോയ എല്ലാ അബദ്ധങ്ങളും അല്ലാഹു പുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. സത്യം സത്യമായി മനസ്സിലാക്കുവാനും മരണം വരെ അതിൽ ഉറച്ചു നിൽക്കുവാനുമുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനത്തൻ വഫിൽ ആഖിറതി ഹസനത്തൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ദുആഅനാ ഇന്നക അൻതസ് സമീഉൽ അലീം. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയ്യാതിനാ ഖുറത വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.